ഹായ് ഗൈസ്. ഇന്ന് എത്ര ഡേറ്റ്? 20 ആ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യണം. സ്യൂട്ട് മെഞ്ഞാന്ന് റെൻറ്റിനെടുത്തില്ലേ, അത് കളക്ട് ചെയ്യാൻ പോകണം. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണി തൊട്ട് 9 മണി വരെ സമയം കാണുന്നു. പക്ഷെ ഇന്ന് രാത്രി ബസ് കയറുകയും വേണം. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഭക്ഷണം ആക്കണം. ഭക്ഷണം ആക്കാനൊന്നുമില്ല. എന്താ പറയാ, ദോശൻ്റെ മാവുണ്ട്. പിന്നെ ചിക്കൻ ഒന്ന് എയർ ഫ്രൈ ചെയ്യണം. പിന്നെ വേറെന്താ ഉള്ളത്, പ്രോട്ടീൻ്റെ ഒരു യോഗട്ട് ഉണ്ട്, അതും കൂടി കഴിക്കണം. ഇത് 3 ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിലേക്ക് കിടക്കാം. ഞാൻ ഇത്ര നേരം കുറച്ച് എഡിറ്റ് ചെയ്യുന്നായിരുന്നു. ഇന്ന് 2 ദിവസം, ഈ ആഴ്ച ഒന്നും ഇട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് പണിയിലായിരുന്നു ലേശം. അപ്പോൾ അങ്ങനെ രാവിലെ ഏട്ടൻ ഓഫീസിൽ പോയി. ഇനി അന്നേരം ഏട്ടന് വേണ്ടി കുറച്ച് ഏട്ടൻ തന്നെ അത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് വരട്ടിയെടുത്ത് എയർ ഫ്രൈയിൽ വെച്ച് 10 മിനിറ്റ് ചൂടാക്കിയ സാധനം തീർന്ന് ദോശ അങ്ങനെ ചുട്ടാൽ ക്ലോസ്. അത്രേ ഉള്ളൂ പണി, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇറങ്ങാം പുറത്തേക്ക്, വീണ്ടും ഇന്ദിരാനഗറിലേക്ക്. ദോശ പലതരം സൈസുകൾ, പലതരം ഷേപ്പുകളിൽ, പലതരം ഭാവങ്ങളിൽ. ഒന്നെന്തോന്നരുത്, ഇത് തട്ടിക്കോട്ടെന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുക, ഈ ബാക്കിയുള്ള മാവുകൾ തീർക്കുക. വീട്ടിൽ പോകുന്നതിന് മുന്നേ മോശമാവുന്ന സാധനങ്ങളെല്ലാം തീർക്കുക. അതാണ് അജണ്ട. ചിക്കൻ്റെ കാര്യം അങ്ങനെയല്ല. ചിക്കൻ ഒരു 250 ഗ്രാം പെർ ഡേ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. ഇതൊരു 250 ഗ്രാം ഉണ്ട് എല്ലാം കൂടി. അപ്പോൾ ദോശൻ്റെ ഇതുണ്ട്. പിന്നെ വേറൊരു സാധനം കൂടി, ഐറ്റം മിൽക്കി മിസ്റ്റിൻ്റെ സ്കൈർ. നമ്മൾ സാറിന് ഇതെല്ലാം എടുക്കല്. നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് മറന്നു പോയല്ലോ. നല്ല മറിവുള്ള ആളാണ് ഞാൻ. ഓക്കെ, അതടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. അടുത്ത ആഴ്ച സാധനം വരും, അന്നേരം കാണിച്ചു തരാം. ഇതിപ്പോൾ എത്ര, 12 ഗ്രാം അല്ലേ? 12 ഗ്രാം പ്രോട്ടീന്. മറ്റേത് 20 ഗ്രാം പ്രോട്ടീൻ. പക്ഷേ അതിന് ഇതിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ട്. 100 ഗ്രാമില്ല, അത് 200 ഗ്രാം അങ്ങനെ. ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ബൈ. This is the appetite. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇനി കുളിച്ചിനി പോകാൻ ഇറങ്ങാൻ നോക്കണം ഇനി. ഓക്കെ, ബൈ.
ഇങ്ങനെ റെഡിയായി. ഇപ്പോൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങണം. റാപ്പിഡോ ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ വരെ എടുത്തിട്ട് എന്നിട്ട് അവിടുന്ന് മെട്രോയിൽ പോയി. അപ്പോൾ മെട്രോയിൽ പാക്കലാം, മെട്രോയിലോ വഴിയെ പാക്കലാം. ഈ റാപ്പിഡോ ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ വലിയ കഴിവാട്ടോ. എന്താ ഭഗവാനെ, എന്നെക്കൊണ്ടാവില്ലോ. ആകെക്കൂടെ അത്ര കൂടി സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവന്മാർ ബ്ലോഗ് എടുക്കുന്നു. ബ്ലോഗല്ല, മറ്റേ വീഡിയോ എടുക്കൂല, എസ്തറ്റിക് വീഡിയോസ് അല്ലേ, മറപടിയാകുന്ന പരിപാടിയല്ലേ. ഇങ്ങനെ കൂടി എടുക്കുന്നതല്ലോ. ബസ്സിൽ കുറേ ആളുണ്ട്. ഈയിടെ ശരിയല്ല. എന്നാലും റാപ്പിഡോന്നൊക്കെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ നഗറിലെടുത്തിങ്ങനെ നടക്കുന്നത്. ഇന്നലെ മെഞ്ഞാന്നത്തെ ബ്ലോഗിൽ, ഐ മീൻ മെഞ്ഞാന്ന് കണ്ടതിൽ തീരെ തിരക്കുണ്ടായില്ല. മനുഷ്യൻ പോലെ റോട്ടുണ്ടായില്ല. ഇന്നാണെങ്കിൽ ഒരുതര മനുഷ്യന്മാർ എല്ലാം വർക്ക് കഴിഞ്ഞ് സ്കൂള് കഴിഞ്ഞുള്ള ടൈമാന്ന് തോന്നുന്നു. ഫുള്ള് എല്ലാം റോട്ടിലുണ്ട്. രക്ഷയില്ല. എന്തെങ്കിലും എടുക്കാന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല. ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല. എന്നാൽ ഇത് ഫുള്ള് നല്ല ഒച്ചപ്പാടല്ല. എന്താ മോനെ വർക്കസ് ഉണ്ടല്ലോ, ഗോർട്ടസ് ഉണ്ടല്ലോ മുമ്പിൽ. അങ്ങനെ അതൊരു PPF അടിച്ച സാധനം തോന്നുന്നു. ഗോർട്ടസ്. പക്ഷെ അന്ന് ഞാനത് വിചാരിക്കുന്നത്, അന്ന് വരുമ്പോൾ കുറേ എന്താ പറയുക, കുറേ ദൂരമുള്ള പോലെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ തീരെ ദൂരമില്ലാത്ത പോലെ. ഇതിപ്പോൾ തന്നെ എത്തുന്ന പോലെ ഉണ്ട്. 200 മീറ്ററിൽ എത്തുന്ന പോലെ ഉണ്ട്. വെളിച്ചത്തിൻ്റെ ഓപ്പോസിറ്റിലാന്നല്ല ഞാനുണ്ട് കണ്ടല്ലോ. കാര്യം നോക്കട്ടെ എന്തെല്ലാം എടുക്കാൻ പറ്റുമെന്ന്. ഇപ്പം എല്ലാം കണക്കാണ്. സ്ഥലത്ത് എത്തിയ കേട്ടോ, പെട്ടെന്ന് എത്തിയ പോലെ ഉണ്ട്. അധികം നേരം എടുത്തിട്ടില്ല. ഇതിങ്ങനെ ബ്ലോണോട്ടന്നല്ലേ, സാരില്ല. ഫേസാണ് മുഖ്യം. സാധനം കിട്ടി. വീട്ടിലെത്തിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു എന്താ പറയുക, ടോപ്പ് മാത്രം, പാൻറ്റ് വീട്ടിലല്ല. നോക്കാം എങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ എന്താ എൻ്റെ മോനെ, ഒരു സ്കൂട്ടർ തന്നെ ഇപ്പം അടിച്ചതോ. നമുക്കെന്നാ തിരിച്ച് ഇന്ദിരാനഗറിലേക്ക് പോകാം, സ്റ്റേഷനിലേക്ക്. അത് വേറെ പണിയൊന്നുമില്ല. ഓക്കെ. അങ്ങനെ ബസ് ഇറങ്ങി ബാനസ്വാടി എത്തി. എൻ്റെ മോനെ ബ്ലോക്ക് തന്നെ പറഞ്ഞ മോനെ, ബ്ലോക്ക്. 5 മിനിറ്റ് എടുക്കേണ്ട സ്ഥലത്തേക്ക് ആണ് ഇവിടെ 20 മിനിറ്റ് എടുത്തത്. അത് അങ്ങോട്ട് പോകുമ്പോഴേ ബ്ലോക്ക് കണ്ടിരിക്കും. ചെയ്യാം. ഇനി വീട്ടിലേക്ക് കിടക്കട്ടെ, കുറച്ച് പണിയുണ്ട് വീട്ടിലെത്തിയിട്ട്. ശരി, മറ്റേ ഡ്രസ്സ് ഇട്ട് നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനിയിപ്പം മറ്റന്നാളെ നേരെ അങ്ങോട്ട് പോയിട്ട് ഇടലായിരിക്കും. വീട്ടിലെത്തി. കുറച്ച് സമയമുണ്ട്, ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. സ്യൂട്ട് കൊള്ളാല്ലേ. ഇവിടെ ലേശർ ഇത് ഗ്യാപ്പുണ്ട്, പക്ഷേ ഇത് എന്താ പറയുക, ബാക്ക് ലേശം ടൈറ്റാണ്. അത് 44 ആയാലും ഭയങ്കര ബെൽഡു, 40 ആയാലും ഇതിങ്ങനെ പൊളന്ന് വെക്കും. ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കും, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കും. ഒരു കാര്യം ഇങ്ങനെ ഭയങ്കര ടൈറ്റ് പോലെ. അപ്പോൾ ഇതാണ് ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടത്. ലേശ ലൂസാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ബാക്ക് ടൈറ്റാണ്. ഐ മീൻ ബാക്ക് കുറച്ച് എന്താ പറയുക, അധികം കളിക്കാൻ പറ്റില്ല ബാക്കിനെ കൊണ്ട്. സാരില്ല, ഇത് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ലൂസ് ഉണ്ട് എന്നല്ലാണ്ട്, ഈ ഒരു ലൂസുള്ളതുകൊണ്ട് ഉള്ളതെന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല.
ഇനി പാക്ക് ചെയ്യണം. നാട്ടിലേക്ക് പോകുന്നതിൻ്റെയോ എല്ലാത്തിൻ്റെയും പാക്ക് ചെയ്യണം. വൈകുന്നേരം പോകേണ്ടത് ക്യാൻസലായി. അത് വേറെ പോകേണ്ടത് ക്യാൻസലായി. അത് ഒരു ഡ്രൈവ് ആവുമായിരുന്നു, പക്ഷെ അത് ഒന്നുമില്ല. ഏറെ ഇനിയിപ്പോൾ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിപ്പോൾ കോട്ടും, അതായത് ഗ്രാജുവേഷൻ ഇടേണ്ട ഡ്രസ്സും തലേന്നും, അതായത് നാളെ രാത്രി ഇടേണ്ടതും കൊണ്ടുപോകണം. പിന്നെ ഒരു 4 സെറ്റ് 3 സെറ്റ് വേറെ എടുക്കണം. വീട്ടിൽ നിന്നും കുറച്ച് എടുക്കാനുണ്ട്. നോക്കട്ടെ എന്താന്ന് ചെയ്യാൻ പറ്റുക. അപ്പം ഈ വ്ളോഗിന് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. നാളെ മിക്കവാറും നാളെ കോളേജിൽ പോകുമ്പോഴായിരിക്കും. നാളെ ട്രെയിനിന് കയറിയിട്ട് അങ്ങനെ മംഗലാപുരം പോയി മണിപ്പാല് പോയി സെറ്റാക്കാം. നാളെ എന്തൊക്കെയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.